ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഐഫോൺ 12 റിവ്യൂ ആണ്. 2025 നിങ്ങളൊരു ഐഫോൺ 12 ആണ് നോക്കുന്നതെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഫീച്ചേഴ്സും നമുക്ക് വേണ്ട രീതിയിൽ വരുന്ന ഒരു ഡിവൈസാണ് ഐഫോൺ 12 എന്ന് പറയുന്നത്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു 11 പ്രോൻ്റെ. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു പ്രോ മോഡൽ ഡിവൈസാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഡിവൈസ് നമുക്ക് കുറച്ച് ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്. അതെന്തായാലും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 12 വരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഡിവൈസിൻ്റെ 5 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡിവൈസിൻ്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി, ഡിസൈന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഏകദേശം ഐഫോൺ 12 പ്രോ ആയിട്ട് സിമിലർ ആയിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. മൂന്നാമതായിട്ട് നമ്മൾ ഡിവൈസിൻ്റെ ക്യാമറയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. നാലാമതായിട്ട് നമ്മൾ ഡിവൈസിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫൈനലി നമ്മൾ ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചിപ്സെറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ മെയിൻ ആയിട്ടുള്ള 5 രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിവൈസിനെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാറ്റഗറൈസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം ബെനിഫിറ്റും അതേപോലെ തന്നെ കുറച്ച് നെഗറ്റീവ്സും വരുന്നൊരു ഡിവൈസ് തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ്സ് എന്തായാലും ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു ഐഫോൺ 12 നോക്കുന്നവരാണെങ്കിലും കറൻ്റ്ലി യൂസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് മാർക്കറ്റിൽ നല്ല രീതിയിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ആപ്പിൾ. ഇപ്പോൾ ഒന്നല്ല, കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ. അതുകൊണ്ട് നിങ്ങളൊരു ഡിവൈസ് ചൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി നിങ്ങളുടെ ബഡ്ജറ്റ് കമ്പയർ ചെയ്ത് നിങ്ങളുടെ നീഡ്സിന് വാണ്ട്സിന് ആവശ്യമായിട്ടുള്ള രീതിയിലാണോ എന്നൊക്കെ നോക്കി മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഡിവൈസിൻ്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ഡിസൈനിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഒരു 12 ക്യാമറ സെറ്റപ്പ് വരുന്ന ഒരു ഡിവൈസാണ്. ആ ഒരു ബോക്സി ഡിസൈനിൽ ആദ്യമായിട്ട് വന്ന ഡിവൈസും ഐഫോൺ 12 തന്നെയാണ്. അത്യാവശ്യം ഔട്ട്ഡേറ്റഡ് അല്ലാത്ത, നല്ല രീതിയിൽ ഓൾഡ് അല്ലാത്തൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഐഫോൺ 12 എന്ന് പറയുന്നത്. എന്തായാലും അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഓൾഡ് ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് തീരെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പറയാൻ പറ്റാത്ത ഡിസൈനാണ് ഐഫോൺ 12. നമുക്ക് 12 ശേഷം ഒരു ക്രോസ് ആയിട്ടുള്ള ഡിസൈൻ ഐഫോൺ 13 14 വന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് ഐഫോൺ 16 വന്നത്. ഇതല്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. എങ്കിലും ഐഫോൺ 12 ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ്. പിന്നെ നമ്മൾ ബിൽഡ് ക്വാളിറ്റിയിട്ട് വരുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 12 പ്രോ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര തന്നെ നമുക്ക് ഒരു ഫീൽ ലഭിക്കില്ലെങ്കിലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏകദേശം ഒരു 20 to 25K ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല ഒരു ഐഫോൺ 12 ലഭിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിന് വേർത്തായിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഡിവൈസിൽ ലഭിക്കും. ഈവൻ നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തടക്കം നിങ്ങൾക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും ഈ ഒരു ഡിവൈസിൽ ലഭിക്കും. ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അതും ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് സെറാമിക് ഷീൽഡ് കോട്ടിങ് വരുന്ന ഗ്ലാസ് തന്നെയാണ്. നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. നമ്മൾ ഡിസ്പ്ലേയിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ 6.1 ഇഞ്ചിൻ്റെ സൂപ്പർ റെറ്റിന XDR OLED 625 നിറ്റ്സ് HBM 1200 നിറ്റ്സ് സ്പീക്ക് ബ്രൈറ്റ്നസും വരുന്ന നല്ലൊരു OLED പാനൽ തന്നെയാണ്. ഐഫോൺ 12 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും എന്നാലും ഒരു 95% സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഐഫോൺ 12 നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേ വളരെ വെർത്തായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ നമ്മൾ ഡിവൈസിൻ്റെ ക്യാമറയിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ 2 ക്യാമറയാണ് വരുന്നത്. നമുക്ക് വൈഡ് ആംഗിളും അൾട്രാ വൈഡ് ആംഗിളും. ടെലിഫോട്ടോ ലെൻസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതല്ല. അതേപോലെ തന്നെ ലേഡർ സെൻസറും. ഇതൊക്കെ നെഗറ്റീവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബഡ്ജറ്റാണ് ഈ ഒരു ഡിവൈസിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ പ്രോ മോഡലാണ്. നമുക്ക് ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്താൽ മതി. നമുക്ക് ഈ ക്യാമറയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഡിവൈസ് എന്നല്ല, ആപ്പിളിൻ്റെ ഒട്ടുമിക്കുള്ള എല്ലാ ഡിവൈസുകളിലും ലൈറ്റിംഗ് ഉള്ള സമയത്ത് നല്ല ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഐഫോൺ 12 പറയുന്നുണ്ടെങ്കിൽ നൈറ്റ് മോഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്കൊരു ഡിവൈസിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെലിഫോട്ടോക്ക് ഒരു അഡീഷണൽ ലെൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ടെലിഫോട്ടോ ഉള്ള ഡിവൈസിൽ എടുക്കുന്ന ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതല്ലാതെ അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ഒരു 25 പ്രൈസ് റേഞ്ചായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാമറയിൽ നിങ്ങൾക്ക് വെർത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഡിവൈസിൻ്റെ സ്പീക്കർ സിസ്റ്റം.
അത്യാവശ്യം നല്ല രീതിയിൽ ലൗഡായിട്ടുള്ള ഒരു സ്പീക്കർ സിസ്റ്റം തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ഇതും 12 മെഗാ പിക്സലിൻ്റെയാണ് വരുന്നത്. ക്യാമറയെ കുറിച്ച് നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും നല്ല സ്റ്റെബിലൈസേഷനും കൂടി തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. നാലാമതായിട്ട് നമ്മൾ ഡിവൈസിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ബാറ്ററിയാണ് ഇതിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം. അത് ഐഫോൺ 12ലും 12 പ്രോയിലും എനിക്ക് ഒരേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ 12 പ്രോ കമ്പയർ ചെയ്യുന്ന സമയത്ത് 12ൽ അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കും ഇതൊരു നോൺ പ്രോ മോഡൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ. സോ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2815 mAh തന്നെയാണ് വരുന്നത്. 4GB റാമാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. അത് എസ്പെഷ്യലി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു ബാറ്ററി ബാക്കപ്പിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 85 to 90 ബാറ്ററി ഹെൽത്ത് എങ്കിലും ജെനുവിൻ ബാറ്ററിയുള്ള ഡിവൈസ് നിങ്ങൾക്ക് ലഭിച്ചാലുള്ളൂ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുക. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം 2-3 തവണ ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഒരു നോർമൽ യൂസേജ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം 1 അല്ലെങ്കിൽ മേ ബി 2 പ്രാവശ്യമെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി കണ്ടീഷൻ, ബാറ്ററി ഹെൽത്തും ബാറ്ററി കണ്ടീഷനും നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറിൽ നിന്ന് ഈ ഒരു ഡിവൈസും എടുക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി യൂസ്ഡ് ഫോൺസിലുള്ള ആകെയുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ കാര്യം തന്നെയാണ്. അത് പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നിങ്ങൾ ഡിവൈസ് എടുക്കാൻ ശ്രമിക്കുക. ഫൈനലി നമ്മൾ ഡിവൈസിൻ്റെ ചിപ്സെറ്റിലോട്ട് പോകാന്നുണ്ടെങ്കിൽ A14 ബയോണിക് ചിപ്സെറ്റാണ്. അതും 5 nanometer. ആദ്യമായിട്ട് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത 5 nanometer ചിപ്സെറ്റുള്ള സീരീസും ഐഫോൺ 12 തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസും പവറുള്ളൊരു ചിപ്സെറ്റ് തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഡിവൈസ് 4GB റാമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഇപ്പോഴും ഐഫോൺ 12. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PUBG കളിക്കാമെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഹെവി ടാസ്ക് ചെയ്യാമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സും ഹാങ്ങൊന്നും ഞാൻ ഇതുവരെ ഈ ഒരു ഡിവൈസിൽ നോട്ടീസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ സ്മൂത്തായിട്ട് തന്നെ നടക്കുന്നുണ്ട്. വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐഫോൺ 16 പ്രോ 15 പ്രോ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. അതെന്തായാലും ആ ചിപ്സെറ്റിൻ്റെ വ്യത്യാസം ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അതല്ലാത്ത ഒരു മേജറായിട്ടുള്ള കാര്യങ്ങളും ഒരു നെഗറ്റീവൊന്നും എനിക്ക് ചിപ്സെറ്റിനെ കുറിച്ച് ഇപ്പോഴും പറയാനില്ല. നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് റേഞ്ചായിട്ടും മറ്റു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഡിവൈസുകളായിട്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഫോൺ തന്നെയാണ് ഐഫോൺ 12 എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസിൽ 5G ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഐഫോൺ 11 പ്രോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം ആ ഒരു ഡിവൈസിൽ 5G ഇല്ല എന്നാണ്. 5G കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ഡിവൈസ് പൊളിയായിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നോൺ പ്രോ ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ 5G കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഡിവൈസിനും അതിൻ്റേതായിട്ടുള്ള ഒരു നെഗറ്റീവ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു ഡിവൈസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഓരോ ഡിവൈസ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ഞാൻ മുമ്പേ പറഞ്ഞ കുറച്ച് നെഗറ്റീവ്സിലുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഡിവൈസിൻ്റെ. നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലേഡാർ സെൻസർ കാര്യങ്ങൾ ലഭിക്കില്ല. അതേപോലെ തന്നെ 4GB റാമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഡിവൈസിൽ എക്സ്ട്രാ ഒരു ലെൻസ് ഇല്ല. അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം, നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അതല്ല കുറച്ചും കൂടി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു ഡിവൈസാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 12 പ്രോയിലോട്ട് പോകാം. നിങ്ങളുടെ കയ്യിൽ ഏകദേശം 20 to 25K ആണ് ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾ കുറച്ച് ലോങ് ടേമിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2-3 വർഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐഫോൺ 12 ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾ അതിനും കൂടുതൽ എക്സ്ട്രാ എമൗണ്ട് ആഡ് ചെയ്ത് 13 or 14 ഒന്നും വാങ്ങേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഡിവൈസിനുള്ള ബഡ്ജറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് മേടിക്കാൻ പറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡിവൈസിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഫോൺ 16 പ്രോ വാങ്ങലായിരിക്കും. പക്ഷേ അതിനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഡിവൈസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ വളർന്നു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇട്ട വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനെന്തായാലും ഒരു ബിഗ് താങ്ക്സ്. എനിക്ക് ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് വേണം. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇനിയും വരുന്നതായിരിക്കും.